ഹലോ ഗൈസ്, രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഉപ്പുമാവിൻ്റെ ബാക്കി എടുത്തിട്ട് നമുക്ക് വൈകിട്ട് അതിനൊന്ന് ഡിന്നറാക്കി മാറ്റിയാലോ. അതിനാദ്യം ഒരു ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള, തക്കാളി, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിനിടയിൽ പിള്ളേർ എന്തോ പണിയൊപ്പിച്ചിട്ട് അങ്ങോട്ട് പോയി വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. സൈഡ് വശം മാത്രമാണ്. ഈ ഒരു പരുവത്തിന് വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കൊരു 2 മുട്ട ഒരു നുള്ളു ഉപ്പിട്ടിട്ട് നന്നായി അടിച്ചതാണ്. അത് നമുക്ക് ഈ ഒരു മസാലക്കൂട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ഇതേപോലെ അങ്ങ് ചിക്കിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഉപ്പുമാവുണ്ടല്ലോ അത് കോരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിനിടയിൽ ഉപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ്, എഗ് ഉപ്പുമാവ് ഫ്രൈഡ് റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഞാൻ തന്നെ ഇട്ട പേരാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ സംഭവം ഉണ്ടല്ലോ ചൂടോട് കൂടി കഴിക്കണം കേട്ടോ, നല്ല ചൂടോട് കൂടി. സൈഡായിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കി വരുന്ന ഉപ്പുമാവൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.